ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിനക്ക് വേണ്ടി കാത്തിരുന്ന ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് പറഞ്ഞതാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ കടൽ തീരത്ത് മുട്ടുകുത്തിയിരുന്ന് യാഷ് കരയാൻ തുടങ്ങി. യാഷിന്റെ സങ്കടം കണ്ടതും പ്രതയുമാകെ തളർന്നിരുന്നു. അവൾ യാഷിനരികിലേക്ക് ഓടി. തന്റെ കൈകൾ കൊണ്ട് യാഷിന്റെ കണ്ണുകളിലെ നീർ തുടച്ച് അവൾ തുടർന്നു. യാഷ്, നീ കണ്ടതും കേട്ടതും സത്യമല്ലെന്ന് ഞാൻ പറയില്ല. കാരണം അതാണ് സത്യം. ഞാൻ ഋഷിയേട്ടനെ പ്രണയിക്കുന്നു. അത് നിന്നോടുള്ള അകൽച്ചയല്ല. എന്റെ ജീവിതത്തിൽ പ്രതികാര ബുദ്ധിയോടെയാണ് ഋഷിയേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്നതെങ്കിലും അദ്ദേഹം നല്ലൊരാളാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും ഞാൻ ഋഷിയേട്ടനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു നിന്നെ ഞാൻ മരിക്കും വരെയും പ്രണയിക്കുമെന്ന്. പക്ഷെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നെ തന്നെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പോൾ കഴിയുന്നുള്ളൂ. ഇത്രയും പറഞ്ഞ് യാഷിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് പ്രത മാപ്പപേക്ഷിച്ചു. പ്രതയുടെ നെഞ്ചിരിപ്പിന്റെ സത്യങ്ങൾ യാഷിന് നല്ലപോലെ മനസ്സിലായിരുന്നു. താഴ്ന്ന സ്വരത്തിൽ അവൻ പ്രതയോടായി പറഞ്ഞു, പ്രത, നീ വിഷമിക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല. നിന്റെ സന്തോഷം ഋഷഭ് എന്ന മനുഷ്യനോടൊപ്പം ആണെങ്കിൽ അത് തന്നെയാണ് എന്റെയും സന്തോഷം. വാ, എഴുന്നേൽക്ക്, കണ്ണുകൾ തുടയ്ക്ക്. നിനക്ക് നിന്റെ ഋഷിയേട്ടനും എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ. ഇത്രയും പറഞ്ഞ് പ്രതയും കൂട്ടി യാഷ്ലി കടലിലേക്ക് ചാടാൻ തുടങ്ങി. അപ്പോഴേക്കും നിഡോഗവംശത്തിലെ നാഗങ്ങൾ അവരെ വളഞ്ഞിരുന്നു. ആദ്യമാ ഇന്ദ്രനീലമിങ്ങിത്താ, ശേഷം നിങ്ങൾക്ക് എന്തുമാകാം. പെട്ടെന്ന് പ്രതയും യാഷും വലിയ മത്സ്യങ്ങളായി മാറി അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. മത്സ്യവും നാഗവും തമ്മിലുള്ള യുദ്ധത്തിൽ നാഗങ്ങൾ പേടിച്ചോടി. ശേഷം യാഷും പ്രതയും കടലിലേക്ക് ചാടി. പിന്നീട് മഹാമാളികയിലേക്ക് പോയി. ഇന്ദ്രനീലം ഇരുന്നിടത്ത് തന്നെ തിരികെ വെച്ചു. ശേഷം പ്രത തുടർന്നു. യാഷ്, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഋഷിയേട്ടനെ വിവാഹം കഴിക്കേണ്ടി വന്നത് യാദൃശികമാണെങ്കിലും ഇന്ന് ഞാൻ ആ മനുഷ്യനെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു. ക്ഷമ എന്ന വാക്കല്ലാതെ എന്റെ പക്കൽ മറ്റൊന്നുമില്ല. യാഷ്, ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് പ്രത കടൽക്കരയിലേക്ക് നീന്തി. ദിവസങ്ങൾ കടന്നുപോയി. ഹോസ്പിറ്റലിൽ നിന്നും ഋഷി ഡിസ്ചാർജ് ആയി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗുജറാൾ ഹൗസ് ഇന്ന് ശാന്തതയിലാണ്. പ്രതയും ഋഷിയും തമ്മിലുള്ള അടുപ്പവും ഇതിനിടെ കൂടി വരികയായിരുന്നു. പരസ്പരം തുറന്നു പറയാതെ ഇരുവരും മെഴിയും നോക്കി പ്രണയിക്കുന്ന സമയം. പ്രതയ്ക്ക് തന്നോടുള്ള ഇഴയെടുപ്പം ഋഷിയിൽ അത്ഭുതമായി മാറുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രതയ്ക്കായി മണിയറ ഒരുക്കി അവൾക്കായി ഋഷി കാത്തിരിക്കുന്നു. ഋഷിയുടെ സർപ്രൈസുകളൊന്നും അറിയാതെ മുറിയിലേക്ക് കടന്നു വന്ന പ്രത ആകെ ഞെട്ടിപ്പോയി. മുറിയിലെ റൊമാൻറ്റിക് അവസ്ഥ കണ്ടു നിന്ന് പ്രതയുടെ പിന്നിൽ നിന്നും 2 കൈകൾ അവളുടെ വയറിലേക്ക് കെട്ടിപ്പിടിക്കുകയായിരുന്നു. അത് ഋഷിയുടെ നനുത്ത സ്പർശമാണെന്ന് മനസ്സിലാക്കിയ പ്രതയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതിന് പിന്നിൽ തുരുതുരെ അവളുടെ ശരീരത്തിൽ ചുംബനങ്ങൾ പതിക്കുകയായിരുന്നു. ഋഷിയുടെ ചുംബനങ്ങളിൽ പ്രത അലിഞ്ഞുപോയി. അവളുടെ കണ്ണിമകൾ അവനായി തുടിച്ചു. അവളുടെ മിഴിയിലേക്ക് നോക്കി ഋഷി അവളെ ഇറുകെ കെട്ടിപ്പുണർന്നു. ഇരുവരുടെയും ഒന്നാകലിന് പ്രകൃതി പോലും കൂട്ടുനിന്ന പോലെ ഇളങ്കാറ്റും മഴയും പ്രണയവരണത്തിന് കളം വരച്ചു. അതെ, എല്ലാ രീതിയിലും പ്രതയും ഋഷിയും ഒന്നായി. പ്രതയ്ക്കും ഋഷിക്കുമിടയിൽ ഒളിവും മറവുമില്ലാതെ അവരൊന്നായി മാറി. ഇരുവരുടെയും ജീവിതത്തിലെ സുപ്രധാന ദിവസം അങ്ങനെ അസ്തമിക്കുമ്പോൾ കരിനിഴൽ അവരുടെ പിന്നാലെ മറഞ്ഞിരുന്നത് ആരും അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം.